ട്യൂഷൻ്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷനിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. Question. Write down an example of a lever where the load arm and effort arm are equal. What is its mechanical advantage? ലോഡ് ആമും എഫേർട്ട് ആമും ഈക്വൽ ആവുന്ന ഒരു ലിവറിൻ്റെ എക്സാമ്പിൾ എഴുതുക. അതോടൊപ്പം തന്നെ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കൂടി കണ്ടെത്താം. ഇപ്പോൾ ലോഡ് ആമും എഫേർട്ട് ആമും ഈക്വൽ ആകുന്ന ഒരു ലിവറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കോമൺ ബാലൻസ് ആണ്. നമ്മൾ സാധാരണ വെയിറ്റ് ഒക്കെ തൂക്കാൻ യൂസ് ചെയ്യുന്ന കോമൺ ബാലൻസ് ആണ്. ഇപ്പോൾ കോമൺ ബാലൻസിൽ ഫൽക്രം വന്നിട്ട് മിഡിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ലോഡ് ആമും എഫേർട്ട് ആമും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1 ആണ്. Question. In which order of lever is the load arm longer than the effort arm? Write down an example which may be the possible mechanical advantage. Choose from the brackets less than 1, 1, more than 1. ഇപ്പോൾ ഏത് ഓർഡർ ഓഫ് ലിവറിലാണ് എഫേർട്ട് ആമിനേക്കാളും കൂടുതൽ ലോഡ് ആം ലോങ്ങർ ആയിട്ട് വരുന്നത്? അതിനൊരു എക്സാമ്പിൾ എഴുതുക. അതുമാത്രമല്ല അതിൽ വരുന്ന പോസിബിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം. അതിന് ബ്രാക്കറ്റിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലെസ് ദാൻ 1, 1, മോർ ദാൻ 1. അപ്പോൾ ഇതിൽ ഏതാണ് അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് ചൂസ് ചെയ്ത് എഴുതണം. ഇപ്പോൾ ലോഡ് ആം വന്നിട്ട് എഫേർട്ട് ആമിനേക്കാളും ലോങ്ങർ ആവുന്ന ഓർഡർ ഓഫ് ലിവർ എന്ന് പറയുന്നത് തേർഡ് ഓർഡർ ലിവർ ആണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെയർ ഓഫ് ടോങ്സ് അല്ലെങ്കിൽ ഫോർസെപ്സ് ആണ്. അതായത് നമ്മുടെ കത്രിക പോലത്തെ ഒരു എക്യുപ്മെൻ്റ് ആണ് ഈ ടോങ്സ് അല്ലെങ്കിൽ ഫോർസെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പോസിബിൾ ആയിട്ടുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഫേർട്ട് അപ്ലൈ ചെയ്യുന്നത് ഫൽക്രത്തിൻ്റെയും ലോഡിൻ്റെയും ഇടയിലായതുകൊണ്ടാണ്. Question. As shown in the figure, an object is suspended from one end of a meter scale. When 400 gram weight is suspended from the midpoint of the other side, the scale is balanced. What is the mass of the object? What is the weight of the object? അപ്പോൾ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു മീറ്റർ സ്കെയിലുണ്ട്. ആ മീറ്റർ സ്കെയിലിൻ്റെ എൻഡിലായിട്ട് ഒരു ഒബ്ജക്റ്റ് സസ്പെൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മറ്റേ ഭാഗത്ത് ഒരു മിഡ് പോയിന്റിലായിട്ട് 400 ഗ്രാം വെയിറ്റിലുള്ള വെയിറ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്കെയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് എക്സ് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയാണ്, അതോടൊപ്പം തന്നെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫിഗറിൽ നിന്ന് എന്ത് കിട്ടും? ലോഡ് ആം 50 സെൻറ്റിമീറ്റർ കിട്ടി. അതുപോലെ എഫേർട്ട് പറയുന്നത് 400 ഗ്രാം വെയിറ്റ് കിട്ടി. ഇനി എഫേർട്ട് ആം എന്ന് പറയുന്നത് നമ്മൾ മറ്റേ സൈഡിൽ ഒരു 400 ഗ്രാം വെയിറ്റ് വന്നിട്ട് മിഡിലായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 50 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും അവിടെ വരുന്ന എഫേർട്ട് ആം. അത് ലോഡ് ആമിൻ്റെ ഹാഫ് ആയിരിക്കും എഫേർട്ട് ആം. അപ്പോൾ നമുക്ക് ലോഡ് ആം പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എഫേർട്ട് ആം 25 സെൻറ്റിമീറ്റർ. അങ്ങനെയാണ് എഫേർട്ട് ആം അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് ലീവേഴ്സ് യൂസ് ചെയ്യാം. അതായത് ലോഡ് ഇൻറ്റു ലോഡ് ആം ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം ആണ്. ഇപ്പോൾ ലോഡ് നമുക്കറിയില്ല. എഫേർട്ട് ആം 50 സെൻറ്റിമീറ്റർ, എഫേർട്ട് 400 ഗ്രാം വെയിറ്റും, എഫേർട്ട് ആം 25 സെൻറ്റിമീറ്ററും. ആ വാല്യൂസ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് ലോഡ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ലോഡ് എന്ന് പറയുന്നത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 400 × 25 / 50 ആണ് വരുന്നത്. ഇപ്പോൾ 400 × 25 / 50 കാൽക്കുലേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 200 ഗ്രാം വെയിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 200 ഗ്രാമും അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 200 ഗ്രാം വെയിറ്റുമാണ്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question. In which type of lever is the mechanical advantage always greater than 1? ഏത് ടൈപ്പ് ഓഫ് ലിവറിലാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1-നേക്കാളും എപ്പോഴും ഗ്രേറ്റർ ആവുന്നത്? അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും 1-നേക്കാളും ഗ്രേറ്റർ ആവുന്ന ടൈപ്പ് ഓഫ് ലിവർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ലിവർ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഓർഡർ ലിവറിൽ എഫേർട്ട് ആം വന്നിട്ട് എപ്പോഴും ലോഡ് ആമിനേക്കാളും ലോങ്ങർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ലോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫൽക്രത്തിൻ്റെയും അതുപോലെ തന്നെ എഫേർട്ടിൻ്റെയും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സെക്കൻഡ് ഓർഡർ ലിവറിലാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വീൽ ബാരോ ആണ്. വീൽ ബാരോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ സിമെൻറ്റും മണലൊക്കെ കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയൊരു വണ്ടിയില്ലേ, അതാണ് വീൽ ബാരോ, ഒരു ചക്രമുള്ള ആ വണ്ടി.
Question. Draw a schematic diagram of second order lever. Mark the fulcrum, load and effort. Explain why the mechanical advantage of this is neither 1 nor less than 1. സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ ഒരു സ്കെമാറ്റിക് ഡയഗ്രാം വരയ്ക്കുക. അതിനകത്ത് ഫൾക്രം, ലോഡ്, എഫേർട്ടൊക്കെ മാർക്ക് ചെയ്യാം. അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു ലിവറിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 അല്ല ലെസ് ദാൻ 1 അല്ല എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ സ്കെമാറ്റിക് ഡയഗ്രാമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഫൾക്രം എഫ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ എഫേർട്ട് ഇയും ലോഡ് എല്ലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 അല്ല ലെസ് ദാൻ 1 അല്ല, അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഒരു സെക്കൻഡ് ഓർഡർ ലിവറിൽ എഫേർട്ട് ആം എന്ന് പറയുന്നത് ഫൾക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ലോഡ് ആം എന്ന് പറയുന്നത് ഫൾക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ലോഡ് എപ്പോഴും ഫൾക്രത്തിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലായിരിക്കും സെക്കൻഡ് ഓർഡർ ലിവറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എഫേർട്ട് ആം എന്ന് പറയുന്നത് ലോഡ് ആമിനേക്കാളും ലോങ്ങർ ആയിരിക്കും. അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഫേർട്ട് ആം ബൈ ലോഡ് ആം ആണ്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സെക്കൻഡ് ഓർഡർ ലിവറിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question. A log weighing 5000 kilogram weight is lifted through a height of 2 meter onto a lorry using an inclined plane. A force of 2000 Newton was applied. Consider acceleration due to gravity equal to 10 meter per second square. That is g equal to 10 meter per second square. അപ്പോൾ ഇവിടെ ഒരു 5000 കിലോഗ്രാം വെയിറ്റ് ഉള്ളൊരു ലോഗ് 2 മീറ്റർ ഹൈറ്റിലൂടെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ട് ലോറിയിലോട്ട് ലിഫ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 2000 ന്യൂട്ടൺ ആണ്. അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ഇൻക്ലൈൻഡ് പ്ലെയിൻ യൂസ് ടു ലിഫ്റ്റ് ദ ലോഗ്? ഈ ഒരു ലോഗ് ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് ലോഡ് 5000 കിലോഗ്രാം വെയിറ്റ് ആണ്. അപ്പോൾ നമ്മളിതിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കിലോഗ്രാം വെയിറ്റ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ മതി. അതായത് 5000 കിലോഗ്രാം ഇൻറ്റു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 50,000 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമ്മൾ കിലോഗ്രാം വെയിറ്റിലുള്ള ലോഡിനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഫോഴ്സ് അപ്ലൈഡ്, അതായത് എഫേർട്ടാണ്. എഫേർട്ട് പറയുന്നത് 2000 ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ മെഷീൻ്റെ, ഐഡിയലായിട്ട് ഇരിക്കുന്ന സിമ്പിൾ മെഷീൻ്റെ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് വർക്ക് ഔട്ട്പുട്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എഫേർട്ട് ഇൻറ്റു ലെങ്ത് ആണ്. അതുപോലെ വർക്ക് ഔട്ട്പുട്ട് പറയുന്നത് ലോഡ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ എഫേർട്ട് ഇൻറ്റു ലെങ്ത് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കിവിടെ വരുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്കുള്ള വാല്യൂസൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എഫേർട്ട് 2000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, ലെങ്ത് നമുക്കറിയില്ല, അതങ്ങനെ തന്നെ കിട്ടും. അപ്പോൾ ലോഡ് അറിയാം 50,000 ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് 2 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് പറയുന്നത് 50,000 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2000 ആണ്. അപ്പോൾ 50,000 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2000 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 മീറ്റർ ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദി സിറ്റുവേഷൻ? ഈ ഒരു സിറ്റുവേഷനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ലോഡ് തന്നിട്ടുണ്ട് 5000 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ ഇൻറ്റു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചെയ്ത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരെ നമ്മുടെ ഗ്രാവിറ്റി ഡ്യൂ ടു ആക്സിലറേഷൻ ആണ്. ഇനി വരുന്നത് എഫേർട്ടാണ്. എഫേർട്ട് 2000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോഡ് ബൈ എഫേർട്ടാണ്. അപ്പോൾ ലോഡ് 50,000 ഡിവൈഡഡ് ബൈ എഫേർട്ട് 2000. രണ്ടും കൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 25 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 25 ആണ്. ക്വസ്റ്റ്യൻ. How will we calculate the mechanical advantage of a screw? Describe an experiment to prove that a screw is an inclined plane.
ഒരു സ്ക്രൂവിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ഒരു സ്ക്രൂ പറയുന്നത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻറ്റും കൂടി ഡിസ്ക്രൈബ് ചെയ്യുക. ഒരു സ്ക്രൂവിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഫുൾ ത്രെഡും അതിൻ്റെ പിച്ചുമായിട്ട്, ഒരു ഫുൾ ത്രെഡിൻ്റെ ലെങ്ത്തും അതിൻ്റെ പിച്ചുമായിട്ടുള്ള റേഷ്യോ ആണ്, അതായത് 2 കോൺസിക്യൂട്ടീവ് ത്രെഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു സ്ക്രൂ ഇൻക്ലൈൻ പ്ലെയിൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ നിന്നും റൈറ്റ് ആംഗിളിൽ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഹൈപ്പോടെന്യൂസ്, അതായത് ആ സ്ലോപ്പിംഗ് സ്ലൈഡിനെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പേപ്പർ വന്നിട്ട് ഒരു പെൻസിലിന് ചുറ്റും, ഈ ട്രയാങ്കിൾ പേപ്പർ വന്നിട്ട് പെൻസിലിന് ചുറ്റും റാപ്പ് ചെയ്യാം. അങ്ങനെ റാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കളേർഡ് ഹൈപ്പോടെന്യൂസ് ഒരു സ്പൈറൽ ലൈനായിട്ട് വരുന്നത് കാണാം, അതായത് നമ്മുടെ സ്ക്രൂവിലുള്ള ത്രെഡ് പോലെ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് നമുക്കൊരു സ്ക്രൂ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. Subscribe to this channel for more videos like this. Question. A load of 1600 kg weight is suspended from an axle with a diameter of 6 cm. What should be the force applied in Newton to turn a 3 meter long lever on one side of the axle to lift this load? Consider G equal to 10 meter per second square. 6 സെൻറ്റിമീറ്റർ ഡയാമീറ്റർ ഉള്ള ഒരു ആക്സിലിൽ 1600 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ലോഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലിൻ്റെ ഒരു സൈഡിൽ 3 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ലിവർ ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യണം? ഇത് ന്യൂട്ടണിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ലിവറിൻ്റെ ലെങ്ത്ത് R = 3 മീറ്റർ. അതുപോലെ തന്നെ ഡയാമീറ്റർ നമുക്കറിയാം 6 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. ഡയമീറ്ററിൻ്റെ ഹാഫാണ് റേഡിയസ്. അപ്പോൾ 6 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.03 മീറ്റർ ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ലോഡ് തന്നിട്ടുണ്ട് 1600 കിലോഗ്രാം വെയിറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു 16,000 ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. നമുക്കിവിടെ E × R = L × R പറഞ്ഞ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ E പറയുന്നത് എഫേർട്ടും L പറയുന്നത് ലോഡാണ്. അപ്പോൾ എഫേർട്ടാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ള വാല്യൂസൊക്കെ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എഫേർട്ട് ഇൻറ്റു 3 മീറ്റർ ഈക്വൽ ടു 60,000 ന്യൂട്ടൺ ഇൻറ്റു 0.03 മീറ്റർ. അപ്പോൾ ഇതിന് എഫേർട്ട് എന്ന് പറയുന്നത് 16,000 ഇൻറ്റു 0.03 ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ 16,000നെ 0.03 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ആൻസർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ 160 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 160 ന്യൂട്ടൺ ആണ്. ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് ഗിയേഴ്സ് ഇൻ വെഹിക്കിൾസ്. വെഹിക്കിൾസിൽ ഗിയേഴ്സിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ വെഹിക്കിൾസിൽ ഗിയേഴ്സ് അത്യാവശ്യമാണ്. ഇത് വന്നിട്ട് സ്പീഡും ടോർഗും കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ടോർഗ് പറഞ്ഞു കഴിഞ്ഞാൽ വീൽസിലോട്ട് കൊടുക്കുന്ന ടേണിംഗ് ഫോഴ്സ് ആണ്. ഇപ്പോൾ നമ്മളൊരു കുന്നോ അല്ലെങ്കിൽ മലയോ കയറുകയാണെങ്കിൽ അവിടെ ലാർജർ ഗിയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാർജർ ഗിയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു മല പെട്ടെന്ന് തന്നെ ക്ലൈംബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്പീഡ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതേസമയം നമ്മളൊരു ഫ്ലാറ്റ് റോഡിലൂടെ പോവുകയാണെങ്കിൽ സ്മോളർ ഗിയർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് വെഹിക്കിളിൻ്റെ സ്പീഡാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഗിയേഴ്സ് വന്നിട്ട് എൻജിനെ ഡിഫറെൻറ്റ് ലോഡ് കണ്ടീഷൻസിലും അതുപോലെ ഡിഫറെൻറ്റ് സ്പീഡ്സിലും എഫിഷ്യൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ. മാച്ച് അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താഴെ നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്. അതിൽ 4 കോളംസ് ഉണ്ട്. ആദ്യത്തെ കോളം ലിവറാണ്. അതുപോലെ ABC പറഞ്ഞിട്ട് 3 കോളം തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോല് വന്നിട്ട് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസാണ് എന്നും ബിന്നും സിന്നും സെലക്ട് ചെയ്തിട്ട് എഴുതേണ്ടത്. അതുപോലെ സെക്കൻഡ് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് സെക്കൻഡ് ഓർഡറിന് നേരെ എഴുതണം. അതുപോലെ തേർഡ് ഓർഡറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് തേർഡ് ഓർഡറിൻ്റെ റോല് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ എടുക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ലോഡ് എഫേർട്ടിന് ഈക്വൽ ആവാം, ലെസ്സർ ആവാം, ഗ്രേറ്റർ ദാൻ ആവാം. അപ്പോൾ ഇവിടെ ഫൽക്രം വന്നിട്ട് എഫേർട്ടിൻ്റെയും ലോഡിൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നത്. ഫസ്റ്റ് ഓർഡറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആവാം, അല്ലെങ്കിൽ ലെസ് ദാൻ 1 ആവാം. പിന്നെ സെക്കൻഡ് ഓർഡർ എടുക്കുന്നത് സെക്കൻഡ് ഓർഡറിൽ വന്നിട്ട് ലോഡ് എപ്പോഴും എഫേർട്ടിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെ ലോഡ് എഫേർട്ടിൻ്റെയും ഫൽക്രത്തിൻ്റെയും ഇടയിലായിരിക്കും കിടക്കുന്നത്. സെക്കൻഡ് ഓർഡറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പറയുന്നത് എപ്പോഴും മോർ ദാൻ 1 ആയിരിക്കും.
ഇനി തേർഡ് ഓർഡറാണ്. തേർഡ് ഓർഡറിൽ ലോഡ് വന്നിട്ട് എപ്പോഴും എഫേർട്ടിനെക്കാളും കുറവായിരിക്കും. ഇപ്പോൾ എഫേർട്ട് എന്ന് പറയുന്നത് ഫൽക്രത്തിൻ്റെയും ലോഡിൻ്റെയും ഇടയിലായിരിക്കും വരുന്നത്. തേർഡ് ഓർഡറിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.